കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇന്ന് വന്ന് കാര്യങ്ങൾ പറയാൻ കുറച്ച് താമസിച്ചു. കാരണം വൈകിട്ട് വന്ന് കുറച്ച് കറിവെപ്പ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ. നമ്മൾ എല്ലാ ലേഡീസിൻ്റെയും കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. വൈകുന്നേരം ആകുമ്പം എല്ലാവർക്കുള്ള മനസ്സിലൊരു ചിന്തയാണ്, നാളെ ഇനി രാവിലെ എന്തോ കാപ്പി ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ചോറിനെന്തോ കറി ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും മിക്ക ലേഡീസിൻ്റെയും മുമ്പിൽ വൈകുന്നേരം ആകുമ്പം. അങ്ങനെ നമുക്ക് ചില വീടുകളിൽ എല്ലാവരും മീൻ കറിയൊക്കെ കൂട്ടിയായിരിക്കും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ തലേന്നൊന്നും മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വെപ്രാളമാണ്, ഇനി എന്ത് കറി ഉണ്ടാക്കുമെന്നുള്ള. അങ്ങനെ രാവിലെ ആകുമ്പം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അങ്ങ് ദൂരെ എവിടെയെങ്കിലും മീനേ എന്നുള്ള വിളി കേൾക്കുന്നത്. ഉടനെ തന്നെ ഈ പാവം ലേഡീസ് പേപ്പറും പൈസയൊക്കെ എടുത്ത് ആ വിളി കേൾക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞ് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ വിളിക്കുന്ന ആൾ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും മീനേന്ന് വിളിക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ചെല്ലുമ്പം കാണാം പുള്ളിയെ കാണത്തില്ല. പുള്ളി പടിഞ്ഞാറുനിന്ന് കിഴക്ക് നിമിഷ നേരം കൊണ്ട് എത്തിക്കാണും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വേറൊരു സ്ഥലത്തേക്ക് ഈ വ്യക്തി പോയി കാണും. അങ്ങനെ ഈ ലേഡീസ് ഇങ്ങനെ പരക്കം പാഞ്ഞ് നേരം വെളുക്കുമ്പോൾ നടക്കും. അവസാനം മീനും കിട്ടത്തില്ല, ഈ ആകെപ്പാടെ സമയവും പോവും. പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചമ്മന്തിയോ വല്ല തോരനോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവർ അങ്ങ് ജോലിക്ക് പോകുന്ന തിരക്കിലായിരിക്കും. വീട്ടിൽ എനിക്കിതൊന്നും ബാധകമല്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആണുങ്ങൾ ഇതൊന്നും ഗവനിക്കാതെ അവരെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അവരെവിടെങ്കിലും ചടഞ്ഞിരുന്ന് വല്ല മൊബൈലുമൊക്കെ കുത്തി പത്രമൊക്കെ വായിച്ച് വളരെ സുഖകരമായിട്ട് അങ്ങനെ അങ്ങിരിക്കും. മിക്ക വീടുകളിലും ലേഡീസിന് ഉള്ള ഒരു പ്രശ്നമാണ്. മുമ്പ് ഞാൻ ഈ HDCക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അവർക്കും ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവരുടെയും ചിന്തകൾ ഇതാണ്. പക്ഷേ എല്ലാം വീട്ടിൽ സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുകയും ചെയ്യുന്ന വീടുകളിലും ഉള്ള ആളുകളും ഉണ്ട്. ഇങ്ങനെ ഇതിലൊന്നും ഉൾപ്പെടാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിലുള്ള ടീമുകളും ഉണ്ട്. ഇവർക്ക് നടുവിലാണ് ഈ ലേഡീസിൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ. അങ്ങനെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളാണ് ഇതെല്ലാം. രാവിലെ ചില വീടുകളിൽ എല്ലാവരും മീൻകറിയൊക്കെ കൂട്ടിയാണ് ഫുഡ് കഴിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ മീൻകറിയുടെ കാര്യം പറയുന്നതെന്ന് എല്ലാവർക്കും പിടികിട്ടി കാണും. കാരണം ഞാനും ആ ടീമിലുള്ളതാണ്, മീൻകറി കഴിക്കുന്ന ടീമിലുള്ളതാണ്. അങ്ങനെ ഈ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ഈ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ രാവിലെ ഇതൊക്കെ കറി വെച്ച് നമുക്കങ്ങ് പോകാം. അപ്പോൾ വൈകുന്നേരത്ത് വന്ന് പിന്നെ ഈ അടുക്കള പണിയിലേക്കൊന്നും കിടക്കണ്ട. അതൊക്കെ കൊണ്ട് തട്ടിക്കൂട്ടി രാത്രിയും അങ്ങ് മുന്നോട്ട് പോകും. പിന്നെ എപ്പോഴും അടുക്കള പണിയുമായിട്ട് ഇരിക്കണ്ട. അതുകൊണ്ടാണ് കൂട്ടുകാരെ എൻ്റെ ഓരോ അനുഭവങ്ങളും, പിന്നെ നാട്ടിലും ചിലയിടത്തൊക്കെ ഇങ്ങനെയാണ്, അവരുടെയൊക്കെ അനുഭവങ്ങളാണ് കൂട്ടുകാരെ. ഇതൊക്കെ വേറെ ഇന്ന് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും മറക്കരുത്. പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.